ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ ചേർത്തല മേഖലാ സമ്മേളനം നവംബർ 28-ന് ചേർത്തലയിൽ നടക്കും. ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള LSWK ചേർത്തല മേഖലയുടെ സമ്മേളനം 2024 നവംബർ മാസം 28-ാം തീയതി ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർകളാണ്. സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൾ റഹീം കുഴിപ്പുറം ആണ്. മുഖ്യ അതിഥി ആയിട്ട് നമ്മളുടെ ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ്. ഈ പരിപാടിയിൽ സംഘടനയുടെ സംസ്ഥാന ജില്ലാ മേഖലാ നേതാക്കൾ പങ്കെടുക്കുന്നു. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി ചേർത്തല മേഖലയുടെ സമ്മേളന പരിപാടികളുടെ തുടക്കം കുറിക്കുകയാണ്. 28-ാം തീയതി രാവിലെ 10-ന് പ്രതിനിധി സമ്മേളനവും തെരഞ്ഞെടുപ്പും നടക്കും. ജില്ലാ പ്രസിഡന്റ് ആർ ബിനു സീമാസ് ഉദ്ഘാടനം ചെയ്യും. മേഖലാ പ്രസിഡന്റ് പ്രസന്നകുമാർ അധ്യക്ഷനാവും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബാബു മുഖ്യപ്രഭാഷണം നടത്തും. മേഖലാ സെക്രട്ടറി സജിമോൻ റിപ്പോർട്ടും ട്രഷറർ ശരത് മോഹൻ കണക്കും അവതരിപ്പിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് ചേർത്തല വുഡ്ലാൻഡ്സിന് മുന്നിൽ നിന്നും പ്രകടനം ആരംഭിക്കും. ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. മേഖലാ പ്രസിഡന്റ് പ്രസന്നകുമാർ അധ്യക്ഷനാവും. സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹീം കുഴിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തും. ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജില്ലാ പ്രസിഡന്റ് ആർ ബിനു സീമാസ് സൗണ്ട് എഞ്ചിനീയർ PK ബാബുവിനെ ആദരിക്കും. ജില്ലാ ട്രഷറർ P അജി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ബാബു എഞ്ചിനീയറിംഗ് പാസ്സായ വിദ്യാർത്ഥികളെയും ആദരിക്കും. ജില്ലാ നേതാക്കൾക്കും ആദരവ് ഒരുക്കിയിട്ടുണ്ട്. മറ്റ് നേതാക്കളായ മുജീബ്, S സുമേഷ്, V സുമേഷ്, ഷറഫ്, ED ചന്ദ്രലാൽ, PK സന്തോഷ് കുമാർ എന്നിവർ ആശംസകൾ നേരും. ജില്ലാ സെക്രട്ടറി VS ജയപ്രസാദ് സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി സതീഷ് ബാബു നന്ദിയും പറയും. മേഖലാ പ്രസിഡന്റ് പ്രസന്നകുമാർ, ട്രഷറർ ശരത് മോഹൻ, ജില്ലാ സെക്രട്ടറി VS ജയപ്രസാദ്, ആനന്ദമായൻ, ശ്രീനാഥൻ നായർ, സജിത് തിലകൻ എന്നിവരാണ് സമ്മേളന നടപടികൾ വിശദീകരിച്ചത്. വിൻ മീഡിയ ചേർത്തല.